ഇന്ത്യൻ കളികളിൽ പെട്ടത് അമേരിക്കയാണ്. പഹൽഗാമിൽ പാകിസ്ഥാനേക്കാൾ വലിയ അടി കിട്ടിയത് അമേരിക്കയ്ക്കാണ്. അതായത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമെന്ന് കരുതിയ നൂർഖാൻ എയർബേസ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ അവിടെ പെട്ടുപോയത് അമേരിക്കയാണ്. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടേതായ എയർബേസുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എല്ലായ്പ്പോഴും അവർക്ക് തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ ഒരു വ്യോമ നിയന്ത്രണം ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും ചൈനയും ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളാണ്. ഈ രണ്ട് ശക്തികളെ നിയന്ത്രിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു രാജ്യത്ത് സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിക്കും. അങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ട് ഇവർക്ക് നല്ല ബന്ധം വന്നത്. അവർ ഭീകരവാദ രാഷ്ട്രമാണ്, അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇതൊക്കെ അറിയാമെങ്കിലും എല്ലായ്പ്പോഴും അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ 9 വ്യോമ താവളങ്ങൾ ഉൾപ്പെടെയാണ് ആക്രമിച്ചത്. ഇതിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ എയർബേസ് എന്ന് പറയുന്നത് നൂർഖാൻ എയർപോർട്ടാണ്. ഈ നൂർഖാൻ എയർപോർട്ട് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അവകാശപ്പെടുന്ന അവർ പറയുന്ന റാവൽപിണ്ടിക്ക് തൊട്ടടുത്താണ്. ഏതാണ്ട് വളരെ അടുത്ത് ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് പോകാനും സാധിക്കും. ഇത്തരമുള്ള ഒരു എയർപോർട്ടിൽ അവിടേക്ക് കടന്നു ചെല്ലാൻ പാകിസ്ഥാൻ ആർമിക്ക് പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് പറയുന്നത് പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരിൽ ചിലരാണ്. ഇവർ പറയുന്ന അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് അങ്ങോട്ട് പോകാൻ അനുവാദം നൽകാത്ത അമേരിക്കയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ എന്തോ ചില ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ആണവ രാജ്യമാണ്, ഞങ്ങളുടെ 120ഓളം ആണവ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ ആണവായുധങ്ങളുടെ സംഭരണശാല എന്ന് പറയുന്നത് ഈ നൂർഖാൻ എയർപോർട്ടിനോട് ചേർന്ന പ്രദേശമാണ്. ഏതാണ്ട് 3000 മീറ്ററോളം വരുന്ന വലിയ എയർബേസ് ഉള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഈ എയർബേസിൽ തന്ത്രപ്രധാനമായ സാന്നിധ്യം സഹകരണമുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ത്യ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ച എയർബേസുകളിലൊന്ന് ഈ നൂർഖാനായി മാറിയത്. നമ്മുടെ ശക്തമായ ആക്രമണത്തിൽ 18 അടി താഴ്ചയിലുള്ള ഗർത്തങ്ങൾ വരെ രൂപപ്പെട്ടു. അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, സിഗ്നലിംഗ് സംവിധാനങ്ങൾ മൊത്തം തകർത്തു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടില്ലേ? മാത്രവുമല്ല, അമേരിക്ക എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? അപ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ ആണവായുധങ്ങൾ സംരക്ഷിക്കാൻ ഒപ്പം പാകിസ്ഥാൻ ആണവായുധങ്ങൾ അമേരിക്കയാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അപ്പോൾ അവിടെയൊക്കെ അമേരിക്കൻ ആർമിയുടെ സാന്നിധ്യമുണ്ട്. തന്ത്രപ്രധാനമായ ഉദ്യോഗസ്ഥർക്ക് എന്ന് വെച്ചാൽ നയതന്ത്ര മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, പാക് ഭരണകൂടത്തിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ ISI പോലെയുള്ള സംഘടനയുടെ തലവന്മാർക്ക്, അവർക്ക് മാത്രമേ ഈ നൂർഖാൻ എയർപോർട്ടിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ VVIPകൾ വന്നു പോകുന്ന സ്ഥലം കൂടിയായ ഈ നൂർഖാൻ എയർപോർട്ട് പാകിസ്ഥാന്റെ അല്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഞെട്ടില്ലേ? തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ തന്നെ ഒരു നിയമ വിദഗ്ധനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യാസ് ഗിൽ എന്ന് പറയുന്ന ഒരാളാണിത് പുറത്ത് വിട്ടേക്കുന്നത്. BBC-യിലൊക്കെ അതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിൻ്റെതാണ്, അമേരിക്കൻ സൈന്യത്തിന്റെ കാവലിലാണ് നൂർഖാൻ എയർബേസ്. അതിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, രഹസ്യങ്ങളാണ് സൂക്ഷിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനികർക്കോ സൈനിക മേധാവികൾക്കോ നയതന്ത്ര വിദഗ്ധർക്കോ പോലും നൂർഖാൻ എയർബേസിന്റെ പരിസരത്ത് പോലും ചെല്ലാൻ അനുവാദമില്ല. മാത്രമല്ല 2005-ൽ പാകിസ്ഥാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ അമേരിക്കയിൽ നിന്ന് കുറെ ഹെലികോപ്റ്ററുകളിൽ ആളുകൾ വന്നിരുന്നു. അത് ഈ നൂർഖാൻ എയർബേസിനകത്തുള്ള ആണവ ശേഖരണത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഇവർ പെട്ടെന്ന് അതിന് സുരക്ഷ ഒരുക്കാനായി എത്തിയത് എന്നുള്ള. അന്ന് എല്ലാവരും പറഞ്ഞു അമേരിക്കയ്ക്ക് പാകിസ്ഥാന് കൈത്താങ്ങായി അമേരിക്കയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ആളുകൾ വന്നു, പാകിസ്ഥാനെ രക്ഷിക്കാൻ സൈന്യം വന്നു, പാകിസ്ഥാൻ രക്ഷിക്കാൻ. അല്ല, അമേരിക്കയുടേതായ താല്പര്യങ്ങൾ അവിടെയുണ്ട്. അത് പുറം ലോകമറിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും അമേരിക്കയ്ക്ക്. ലോകമറിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ടാണ് അമേരിക്ക അത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുത്ത്. 2001-ലും ഇതേപോലൊരു സംഭവം ഉണ്ടായി. അഫ്ഗാനിസ്ഥാനുമായുള്ള ഒരു പ്രശ്നത്തിലും അമേരിക്ക ഈ നൂർഖാൻ എയർബേസ് ആണ് ആ ഒരു എയർബേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അന്ന് നടത്തിയത്. മാത്രമല്ല, ഈ നൂർഖാൻ എയർബേസിലാണ് VVIPകൾ വരുന്നതും പോകുന്നത്. ഈ എയർബേസിൽ നിന്ന് മാത്രമേ VVIPകൾക്ക് പോകാനും വരാനുമുള്ള അനുവാദമുള്ളൂ. ബാക്കി എയർബേസുകളിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് അമേരിക്കയുടെ കൺട്രോളിൽ, അമേരിക്ക നിയന്ത്രിക്കുന്ന, അമേരിക്കയുടെ ഭാഗമായ അമേരിക്കൻ സൈന്യം ചുറ്റി വലയം ചെയ്തിരിക്കുന്ന ഒരു എയർബേസ് ആണ്. ഇത് ഇന്ത്യ മനസ്സിലാക്കി. സുനിജി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കും ചാരന്മാരുണ്ട്, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട്, വിങ്ങുണ്ട്, റോ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി ഇത് പാകിസ്ഥാന്റെ സംരക്ഷണയിലല്ല, ഇത് അമേരിക്കയുടെ സംരക്ഷണയിലാണ്. അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ഇത്
വെച്ച് ഈ ലോകത്തോട് കളിക്കാൻ തയ്യാറാകും. അപ്പോ ആദ്യം എന്നാൽ ഇത് തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യ ആ നൂർഖാൻ എയർബേസിന് തന്നെ 8ന്റെ പണി കൊടുത്തത്. വലിയ ഗർത്തങ്ങളാണ് ഈ നൂർഖാൻ എയർബേസിൽ ഉണ്ടായതെന്നൊക്കെയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നു. ഇപ്പോ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടുന്നത് പാകിസ്ഥാനികളാണ്. കാരണം തങ്ങൾ പോലും മറച്ചു വെച്ച കാര്യങ്ങൾ ഇതാ ലോകം അറിയുന്നു. അതറിഞ്ഞ് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ നൂർഖാൻ എയർബേസിൽ ഈ മിസൈലുകൾ അയച്ച് എയർബേസിനെ തകർത്തത് എന്നുള്ളതും കൂടി അമേരിക്ക അറിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് കിളിപാറിയിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും അതിന്റെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മൾ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്താണ് പ്രധാനപ്പെട്ട ഒരു VVIP ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കുടുംബസമേതം ഇന്ത്യയിലെത്തുന്നു. ഈ സമയത്താണ് ഒരു ഭീകരാക്രമണം നടത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അറബ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മളെടുത്ത നയതന്ത്രപരമായ നിലപാട് നമ്മൾ പെട്ടെന്നൊരു റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല നമ്മൾ അതിനെ അപലപിച്ച് നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ പിന്തുണച്ചു. അന്ന് JD വാൻസ് പറഞ്ഞത് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഇന്ത്യ 3-4 ദിവസം കഴിയുമ്പോൾ വലിയ തിരിച്ചടി കൊടുത്തത്. അതായത് 15 ദിവസത്തോളം കഴിഞ്ഞാണ് തിരിച്ചടി കൊടുത്തത്. ഈ തിരിച്ചടിയിൽ 9 എയർബേസുകൾ, പ്രത്യേകിച്ച് നൂർഖാൻ എയർബേസിൽ വലിയ ആക്രമണം നടന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അമേരിക്ക പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം, വെടിനിർത്തൽ വേണം, 2 രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ആണവ രാജ്യങ്ങളാണെന്ന് അമേരിക്ക അവിടെ ഊന്നി പറയാൻ കാരണം നൂർഖാൻ എയർബേസിലെ ആണവായുധങ്ങളുടെ മുഴുവൻ സംഭരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ചുമതല അമേരിക്കൻ ആർമിക്കായിരുന്നു. ആ വിവരം ഇന്ത്യയിലൂടെ അല്ലെ ഇന്ത്യൻ ആക്രമണത്തിലൂടെ പുറം ലോകം അറിയും. അത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ ഇമേജിനെ ഇടിച്ചു കാഴ്ത്തും. അതുകൊണ്ട് തന്നെ JD വാൻസ് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഒരു വെടിനിർത്തൽ വേണം, പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഒന്നിച്ച് പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ട്രേഡിനെ ബാധിക്കും, മര്യാദയ്ക്ക് വെടിനിർത്തിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പേടിച്ച് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും വെടിനിർത്തി. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. സത്യത്തിൽ സംഭവിച്ചത് അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന ചുമതലക്കാരൻ ഇന്ത്യയുടെ DGMOയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് തൽക്കാലം വെടിനിർത്തൽ വേണം, ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി, നിങ്ങൾ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിനെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, പക്ഷേ ഞങ്ങളുടെ എയർബേസുകളെ തകർക്കുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ നമ്മൾ സമ്മതിക്കുകയും ഇനിയൊരു നുഴഞ്ഞുകയറ്റമോ ഒരു പ്രതികരണമോ ഇന്ത്യക്കെതിരെ ഉണ്ടായാൽ ഞങ്ങൾ അതിനെ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തിയത്. അപ്പോൾ അമേരിക്ക സഡനായിട്ട് ഈ യുദ്ധം നിർത്താനായിട്ട് രംഗത്ത് വന്നതിൻ്റെ കാരണം നൂർഖാൻ എയർബേസിന് നേരെ നമ്മൾ നടത്തിയ ആക്രമണമാണ്. അപ്പോൾ നൂർഖാൻ എയർബേസ് അവരുടെ തന്ത്രപ്രധാനമായ ഒരു എയർബേസ് ആണെന്ന് ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനും അമേരിക്കയും സംയുക്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം പിന്നീട് നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വലിയ നാണക്കേടുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഒരു നയതന്ത്ര മീറ്റിങ്ങിലേക്ക് JD വാൻസ് തന്നെ വരുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം JD വാൻസ് ഈ ഭീകരാക്രമണം നേരിട്ട് കണ്ട ആളാണ്, അല്ലാതെ അതിൻ്റെ ആ തിക്തഫലങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ്. അതേ ആൾ പറയുന്നു ട്രംപിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ JD വാൻസിൻ്റെ ട്രംപിൻ്റെയൊക്കെ ഇടപെടൽ എന്ന് പറയുന്നത് അവരുടെ ഈ അമേരിക്കൻ എയർബേസ് സംരക്ഷിക്കാൻ, ശരിക്കും പാകിസ്ഥാനിലാണെന്ന് പറയാമെങ്കിലും അമേരിക്കൻ എയർബേസ് സംരക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിയെന്നല്ലേ നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അമേരിക്കൻ എയർബേസ് സംരക്ഷിക്കാനായി അമേരിക്കക്കാർ പെട്ടെന്ന് ഒരു നിലപാട് സ്വീകരിച്ചു. ചിലപ്പോൾ മധ്യസ്ഥതയൊന്നും ആയിരിക്കില്ല, ഒരു കാലുപിടുത്തം നടന്നിരിക്കാം. പാകിസ്ഥാനോട് പറഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിച്ച് ഇത് നിർത്തിച്ചത് അമേരിക്ക ആയിരിക്കാം.